ആരോഗ്യമന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ പ്രത്യേകിച്ച് പരിക്കുകളൊന്നുമില്ലാതെ കഴിയുകയായിരുന്നു. അതിന് പിന്നാലെ വന്ന രസകരമായ ചില കാര്യങ്ങളുണ്ട്. ICUവിൽ കിടക്കുന്ന ആരോഗ്യമന്ത്രിയുടെ ശരീര സ്ഥിതിയെക്കുറിച്ച് പരിയാരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് തുറന്നു പറഞ്ഞത് ആദ്യത്തെ ദിവസം വളരെ ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടെന്നാണ്. കുറേ നാൾ ചികിത്സ വേണ്ടി വരുന്ന ഗൗരവമുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ മെഡിക്കൽ ബോർഡിൻ്റെ ബുള്ളറ്റിൻ നിലവിലിരിക്കെ തന്നെയാണ് പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന വിധത്തിൽ അവിടെ നിന്ന് പുറത്തു പോയത്. അവർ ഡിസ്ചാർജ് വാങ്ങിയാണോ പോയത് എന്നറിയില്ല, കാരണം മന്ത്രി ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ കഴുത്തിനും നട്ടലിനും ഗൗരവമുള്ള പരിക്കുണ്ട് എന്ന് പറഞ്ഞ് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയ അതേ ആളുകൾ എങ്ങനെയാണ് അവർക്ക് ഡിസ്ചാർജ് കൊടുത്തത് എന്നത് അത്ഭുതകരമാണ്. ഏതെങ്കിലും എയർ ആംബുലൻസിലോ അല്ല അവർ പോയത്, അവരുടെ കാറിലാണ് യാത്ര പോയത്. കേരളത്തിലെ റോഡ് വഴി കാർ മാർഗം ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഒരു രോഗിക്ക് സഞ്ചരിക്കാൻ കഴിയുമോ എന്ന പ്രശ്നം എല്ലാവരും ചിന്തിക്കേണ്ടതാണ്.